പ്രവേശനം ഇന്ന് കേരളത്തിലെ അംഗൻവാടികളെല്ലാം പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയാണ്. ഇവിടുന്ന് പഠിച്ചു പോകുന്ന മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്ന 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പോകുന്ന കുട്ടികളെ അവരെ അനുമോദിക്കലും പുതുതായി അംഗൻവാടികളിലേക്ക് വേണ്ടി വരുന്ന നമ്മളെ കൊച്ചു പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ സ്വാഗതം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ കേരളത്തിലാണ് അംഗൻവാടികളെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നത്. പുത്തമ്പള്ളി വാർഡിലാണെങ്കിൽ 17 അംഗൻവാടികളുണ്ട്. അതിൽ ഒരു അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലവും ബിൽഡിങ്ങുമുണ്ട്. ഇപ്പോൾ ഒരു അംഗൻവാടി നമ്മൾ നഗരസഭ ആരാധ്യയായ മേയറുടെ സഹായത്തോടു കൂടി നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബിൽഡിംഗ്, ഈ സ്ഥലവും വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ്. അംഗൻവാടികളുടെ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര ലക്ഷം രൂപയാണെങ്കിലും ചെലവഴിക്കാൻ തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാന ഗവൺമെൻറ്റും തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ഹാർദമായി അനുമോദിക്കുന്നു. രക്ഷകർത്താക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിർത്തുന്നു. പിള്ളേർക്കെല്ലാം കൈയടിക്കാരെ കുട്ടികളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള. കഴിഞ്ഞ വർഷവും നമ്മുടെ സുനിത ടീച്ചർ ഈ അംഗൻവാടിയുടെ പ്രവേശനോത്സവത്തിനും അതുപോലെ അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. ഞങ്ങളതിൽ പങ്കെടുക്കുകയും അതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ കുരുന്നുകളോടൊപ്പം ചിലവിടാൻ പറ്റിയ നിമിഷം ഏറ്റവും വലിയ സന്തോഷമാണ്. എല്ലാ മക്കൾക്കും CPTയുടെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ അംഗൻവാടിയായ ഹാപ്പിനെസ് സെൻറ്ററിൻ്റെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരുക്കിയ വിഭവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.